നഗരത്തിന്റെ ഇരമ്പലുകളിൽ നിന്നും തിരക്കുകളിൽ നിന്നും അകലം പാലിച്ച് പൈൻമരങ്ങൾ കാവൽ നിൽക്കുന്ന ആ കുന്നിൻ മുകളിലെ ഏകാന്തതയിലാണ് അർജുന്റെയും മെലീനയുടെയും ആഡംബര വസതി. പ്രഭാതകിരണങ്ങൾ പൈനിലകൾക്കിടയിലൂടെ അരിച്ചെത്തി ആ കൊട്ടാര സമാനമായ വീടിന്റെ വെണ്ണക്കൽ ചുവരുകളിൽ സ്വർണ്ണ നൂലുകൾ നെയ്യുകയായിരുന്നു. വായുവിൽ പൈൻമരങ്ങളുടെ സുഗന്ധവും പുലർക്കാലത്തെ മഞ്ഞിന്റെ തണുപ്പും അലിഞ്ഞു ചേർന്നിരുന്നു. അർജുൻ അവൻ വെറുമൊരു ബിസിനസ്സുകാരനായിരുന്നില്ല. അയാൾ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് വിയർപ്പും സ്വപ്നങ്ങളും കൊണ്ട് നെയ്തെടുത്ത ഒരു തപസ്യ പോലെയായിരുന്നു. 10 വർഷം മുൻപ് ഒരു വസന്തകാലത്തെ പ്രഭാതത്തിൽ എലീനയുടെ കൈകൾ തന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ അവൾ തന്റെ ആകാശത്തെ ഏക നക്ഷത്രമാണെന്ന് അയാൾ വിശ്വസിച്ചു. അവളുടെ ഓരോ പുഞ്ചിരിയും അയാളുടെ അധ്വാനത്തിനുള്ള അംഗീകാരമായിരുന്നു. അവൾക്ക് ചുറ്റും തന്റെ സ്നേഹത്തിന്റെ ഒരു സംരക്ഷണ കവചം തീർക്കുക എന്നതായിരുന്നു അയാളുടെ ജീവിത ലക്ഷ്യം. അന്ന് ആ പ്രഭാതത്തിന് ഒരു പ്രത്യേക ഗൗരവം ഉണ്ടായിരുന്നു. അർജുന്റെ ബിസിനസ് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഉടമ്പടിയിൽ ഒപ്പിടേണ്ട ദിവസമാണ്. വിജയത്തിന്റെ ഉത്തംഗതിയിലേക്ക് അയാൾ നടന്നു കയറേണ്ട ദിവസം. അന്ന് രാവിലെ മുതൽ എലീനയുടെ പെരുമാറ്റത്തിൽ ഒരു അസാധാരണമായ ആർദ്രത പ്രകടമായിരുന്നു. അവളുടെ മിഴികളിൽ പതിവില്ലാത്തൊരു തിളക്കം വിരിഞ്ഞു നിന്നു. അടുക്കളയിൽ നിന്നൊരു കപ്പ് കാപ്പിയുമായി എലീന അർജുൻ അടുത്തേക്ക് നടന്നു. അർജുൻ തന്റെ മുറിയിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്യൂട്ട് ധരിക്കുമ്പോൾ എലീന പിന്നിലൂടെ വന്ന് അവന്റെ തോളിൽ മുഖം ചായ്ച്ചു. "ഇന്ന് നീ ജയിക്കും അർജുൻ. ഇന്ന് നിന്റെ എല്ലാ ശല്യങ്ങളും അവസാനിക്കും," അവൾ മൃദുവായി പറഞ്ഞു. "അർജുൻ, ഇന്ന് നീ കറുത്ത സ്യൂട്ട് തന്നെ ധരിക്കണം. അത് നിനക്ക് ഭാഗ്യം കൊണ്ടുവരും," എലീന പറഞ്ഞു. "നീ കൂടെയുള്ളപ്പോൾ എനിക്ക് എന്തിനാണ് മറ്റൊരു ഭാഗ്യം എലീന? നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി," അർജുൻ അവളുടെ കൈകളിൽ അമർത്തി ചുംബിച്ചു. അർജുൻ തന്റെ ആത്മവിശ്വാസം വിഴിഞ്ഞൊഴുകുന്ന ഭാവത്തോടെ പടിക്കെട്ടുകൾ ഇറങ്ങി. കയ്യിലുള്ള ബ്രീഫ് കേസ് വെയിലേറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു. വീടിന്റെ മനോഹരമായ കവാടത്തിൽ എലീന നിലയുറപ്പിച്ചിരുന്നു. പട്ടുപോലെ മൃദുവായി അവളുടെ ഉടയാടകൾ കാറ്റിൽ ആടുന്നുണ്ട്. അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞ ആ മന്ദഹാസം അർജുന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. "സൂക്ഷിച്ചു പോകണം പ്രിയനെ," എലീനയുടെ സ്വരം ഒരു പ്രണയഗാനം പോലെ വായുവിൽ അലിഞ്ഞു ചേർന്നു. അവൾ അവന്റെ സ്യൂട്ടിലെ പൊടി തട്ടിമാറ്റി അവന്റെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. "നിന്റെ വിജയവാർത്തക്കായി ഞാൻ ഇവിടെ കാത്തിരിക്കും. ഇന്ന് നിന്റെ ജീവിതം പാടെ മാറിപ്പോകുന്ന ദിവസമായിരിക്കും," എലീന പറഞ്ഞു. അവളുടെ വാക്കുകളിൽ ഒരു നിഗൂഢമായ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ തിരിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട കറുത്ത സെഡാൻ കാറിനടുത്തേക്ക് നടന്നു. കൊട്ടാരം പോലുള്ള ആ വീടിന്റെ കാർ പോർച്ചിൽ ആ വലിയ കാർ ഒറ്റക്കൊമ്പന് പോലെ തല ഉയർത്തി നിൽക്കുകയാണ്. അർജുൻ കാറിന്റെ ഡോർ തുറന്ന് അകത്തിരുന്നു. ലെതർ സീറ്റിൽ സുഖകരമായ തണുപ്പിൽ അയാൾ ഒരു ദീർഘശ്വാസമെടുത്തു. തന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് അർജുൻ കാറിന്റെ കീ സ്ലോട്ടിലേക്ക് സാവധാനം കടത്തി. അയാളുടെ വിരലുകൾ ആ കീയിൽ അമർന്നു. "ഒന്ന് തിരിക്കുക. വെറും ഒരു ചെറിയ ചലനം മതി കാറിന്റെ എഞ്ചിൻ ഓണാവാൻ." അർജുൻ കീ തിരിക്കാനാഞ്ഞ ആ സെക്കൻഡിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു ശബ്ദം അന്തരീക്ഷത്തെ കീറിമുറിച്ചു. കാറിന്റെ ബോണറ്റിൽ ആരോ തന്റെ സർവ്വശക്തിയും എടുത്ത് അടിക്കുകയാണ്. ലോഹത്തിൽ കൈകൾ കൊണ്ടടിക്കുന്ന ആ ശബ്ദം ഗാരേജിൽ ഭീകരമായി മുഴങ്ങി. അർജുൻ ഞെട്ടിപ്പോയി. അയാളുടെ വിരലുകൾ കീയിൽ നിന്ന് വിട്ടുമാറി. ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി. "സാറേ, ഇറങ്ങൂ, വേഗം പുറത്തിറങ്ങൂ." "വേണ്ട, അത് ചെയ്യരുത്. ദയവായി നിങ്ങൾ പുറത്തിറങ്ങൂ." തകർന്ന സ്വരത്തിലുള്ള ആ നിലവിളി കേട്ട് അർജുൻ പുറത്തേക്ക് നോക്കി. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച വിയർത്തൊലിച്ചൊരു തൂപ്പുകാരി കാറിന് മുന്നിൽ നിന്ന് ഭ്രാന്തമായി ആംഗ്യം കാണിക്കുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ടത് വെറും ഒരു പരിഭ്രമമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ദുരന്തം നേരിൽ കണ്ടവന്റെ ചോര മരവിപ്പിക്കുന്ന ഭയമായിരുന്നു. ബാൽക്കണിയിൽ നിന്ന് ഇത് കണ്ട എലീനയുടെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു. അവളുടെ വിരലുകൾ സിമന്റ് തൂണിൽ ആഴ്ന്നു. അവളുടെ കണ്ണുകളിൽ ക്രോധവും പരിഭ്രമവും ഒരുപോലെ മിന്നിമറിഞ്ഞു. അർജുൻ കാറിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അയാൾക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. "ആരാണ് നീ? എന്റെ വഴി തടയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? നീ എങ്ങനെയാണ് അകത്ത് കടന്നത്? ഈ കാറിന്റെ വില എന്താണെന്ന് നിനക്കറിയുമോ?" അർജുൻ ഗർജിച്ചു. "സഹായം വല്ലതും വേണമെങ്കിൽ മാന്യമായി ചോദിക്കണമെന്ന് അറിയില്ലേ നിനക്ക്?" "സാറേ, ഞാൻ പറയുന്നത് കേൾക്കൂ." അവൾ കിതച്ചുകൊണ്ട് അർജുന്റെ ഷർട്ടിൽ തൂങ്ങി. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ കീ തിരിക്കരുത് സാറേ. അതിൽ നിങ്ങളുടെ മരണമുണ്ട്. നിങ്ങൾ ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞാൻ ഇവിടുന്ന് മാറില്ല. നിങ്ങളെ കൊലക്ക് കൊടുക്കാൻ അവർ കാത്തിരിക്കുകയാണ് സാറേ." അർജുൻ ഒന്നും മനസ്സിലായില്ല. എന്ത് ഭ്രാന്താണ് ഈ തൂപ്പുകാരി പറയുന്നത്? അവന്റെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. ബിസിനസ് മീറ്റിങ്ങിന് കറക്റ്റ് സമയം
സമയത്തിന് എത്തിയില്ലെങ്കിൽ അവന് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് വെറുമൊരു തൂപ്പുകാരി കാരണം അർജുന് ദേഷ്യം അടക്കാനായില്ല. അയാൾ കാറിലേക്കും ബാൽക്കണിയിൽ നിന്ന് ആ തൂപ്പുകാരിയെ ഉറ്റുനോക്കുന്ന എലീനയിലേക്കും മാറി മാറി നോക്കി. ഗ്യാരേജിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ തൂപ്പുകാരുടെ നിലവിളി ഉയർന്നതും ബാൽക്കണിയിൽ നിന്ന് അക്ഷമയോടെ കാത്തുനിന്ന എലീന മിന്നൽ വേഗത്തിൽ താഴേക്ക് ഓടിയെത്തി. അവളുടെ മുഖത്തെ അതുവരെയുണ്ടായിരുന്ന ശാന്തത ഒലിച്ചു പോയിരുന്നു. പകരം അവിടെ വിരിഞ്ഞത് പരിഭ്രമത്തിന്റെയും ക്രോധത്തിന്റെയും ഒരു സങ്കര ഭാവമായിരുന്നു. അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ശ്വാസം വേഗത്തിലായി. അർജുൻ, എന്താണ് ഇവിടെ നടക്കുന്നത്? അവൾ അലറിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകൾ അർജുനിലല്ല, മറിച്ച് അവന്റെ ഷർട്ടിൽ തൂങ്ങി നിൽക്കുന്ന ആ തൂപ്പുകാരി സ്ത്രീയിലാണ് തറഞ്ഞു നിന്നത്. ആ നോട്ടത്തിൽ ഒരു കൊലയാളിയുടെ ഭയമുണ്ടായിരുന്നു. ആരാണ് ഈ തൂപ്പുകാരി? ഇവൾ എങ്ങനെ നമ്മുടെ ഗേറ്റിനുള്ളിൽ കടന്നു? എലീന ആ സ്ത്രീയെ അർജുനിൽ നിന്ന് ബലമായി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. സെക്യൂരിറ്റിയെ വിളിച്ച് ഇവളെ ഇപ്പോൾ തന്നെ പുറത്താക്കൂ. റോഡിൽ കിടക്കുന്നവരെയൊക്കെ വീട്ടിൽ കയറ്റിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇല്ല അർജുൻ, നീ ഇവൾ പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട. എലീനയുടെ ശബ്ദമിടറി. അവൾ അർജുന്റെ തോളിൽ പിടിച്ച് അവനെ കാറിലേക്ക് തള്ളാൻ ശ്രമിച്ചു. നിനക്ക് സമയമില്ല അർജുൻ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മീറ്റിംഗ് ആണ് ഇന്ന്. ആ കരാറിൽ ഒപ്പിടാൻ നീ വൈകരുത്. വെറും ഒരു തെരുവ് തെണ്ടിയുടെ വാക്ക് കേട്ട് നിന്റെ ഭാവി നീ കളയരുത്. വേഗം പോകൂ അർജുൻ, വേഗം ആ വണ്ടി എടുത്തു പോകൂ. എലീനയുടെ വാക്കുകളിൽ ഒരു തരം വെപ്രാളമുണ്ടായിരുന്നു. അർജുൻ കാറിൽ കയറി ആ കീ തിരിക്കുന്നത് കാണാൻ അവൾ വെമ്പുന്നത് പോലെ. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ഗ്യാരേജിന്റെ മൂലയിലേക്കും അർജുന്റെ കൈകളിലെ കാർക്കയിലേക്കും നീളുന്നുണ്ടായിരുന്നു. ആ തൂപ്പുകാരി സ്ത്രീ വീണ്ടും നിലവിളിച്ചു. സാറേ, പോകരുത്. ഈ മാഡം കള്ളം പറയുകയാണ്. ഇവർ നിങ്ങളെ കൊല്ലാൻ നോക്കുകയാണ്. നിർത്തടി. എലീന ആ സ്ത്രീയുടെ മുഖത്തിന് നേരെ കൈയോങ്ങി. അവളുടെ മുഖത്തെ ആ പവിത്രമായ മുഖംമൂടി അവിടെ അഴിഞ്ഞു വീഴുകയായിരുന്നു. ആ നിമിഷം അർജുൻ ശ്രദ്ധിച്ചു, എലീനയുടെ കൈകൾ വിറക്കുന്നുണ്ട്. അവൾക്ക് മീറ്റിങ്ങിനെ കുറിച്ചുള്ള ആശങ്കയല്ല, മറിച്ച് തന്റെ പദ്ധതി പരാജയപ്പെടുമോ എന്ന ഭയമാണെന്ന് അർജുന് തോന്നി തുടങ്ങി. ഗ്യാരേജിലെ വായുവിൽ മരണത്തിന്റെ മണം പടരുന്നത് പോലെ അർജുൻ അനുഭവപ്പെട്ടു. സത്യവും മിഥ്യയും തമ്മിലുള്ള ആ പോരാട്ടത്തിൽ അർജുൻ തന്റെ ഭാര്യയുടെ കണ്ണുകളിലെ ആ ഭീകരമായ ശൂന്യത ആദ്യമായി തിരിച്ചറിഞ്ഞു. അർജുൻ ആ സ്ത്രീയുടെ കൈകളിൽ പിടിച്ചു. അവളുടെ മെലിഞ്ഞ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ പൊടിയും ചളിയും പുരണ്ട അഴുക്കായിരുന്നു. പക്ഷെ അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് തന്റെ ആഡംബര ലോകത്ത് അയാൾക്ക് ഒരിക്കലും ലഭിക്കാത്തൊന്നായിരുന്നു: പരിശുദ്ധമായ ആത്മാർത്ഥത. ആ മിഴികളിൽ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ നിഴലാട്ടം അയാൾ കണ്ടു. ആ ഭയം അവൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് അർജുന്റെ ജീവന് വേണ്ടിയുള്ളതാണെന്ന് അർജുന് മനസ്സിലായി. ശരി, നിങ്ങൾ പേടിക്കാതെ പറയൂ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ കാറിൽ അപകടമുണ്ടെന്ന്? ആരാണ് നിങ്ങൾ? എന്തിനാണ് നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാക്കി ഇങ്ങോട്ട് ഓടി വന്നത്? തൂപ്പുകാരിയുടെ വിറക്കുന്ന വിരലുകൾ അർജുന്റെ വില കൂടിയ ഷർട്ടിലെ ബട്ടണുകളിൽ മുറുക്കെ പിടിച്ചു. അവളുടെ നഖങ്ങൾക്കിടയിൽ അഴുക്കും വസ്ത്രത്തിലെ പൊടിയും ആ നിമിഷം അർജുൻ ശ്രദ്ധിച്ചതേയില്ല. അവളുടെ ശ്വാസഗതി നിലച്ചതുപോലെയായിരുന്നു. വാക്കുകൾ പുറത്തേക്ക് വരുന്നത് തേങ്ങലുകൾക്കും കിതപ്പുകൾക്കും ഇടയിലൂടെയാണ്. ഭയം കൊണ്ട് വിറക്കുന്ന അവൾ പതുക്കെ തലയുയർത്തി എലീനയെ നോക്കി. ഒരു ഗ്രീക്ക് ശില്പം പോലെ മരവിച്ചു നിൽക്കുന്ന എലീനയെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ മിന്നൽ പിണർ പോലെ ഭയം പാഞ്ഞുപോയി. സാറേ, ഞാനൊരു അനാഥയാണ്. ഈ തെരുവിലെ കല്ലും മണ്ണുമാണ് എൻ്റെ വീട്. ഒരു തൂപ്പുകാരി. ശ്വാസം കിട്ടാതെ അവൾ വിതുമ്പി. 2 ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട്. ദാഹം സഹിക്കവയ്യാതെ ആയപ്പോഴാണ് ഞാൻ നിങ്ങളുടെ വീടിന്റെ പിൻവശത്തുള്ള വഴിയിലൂടെ വന്നത്. അവിടെ ഒരു പൈപ്പിൽ വെള്ളം ഉറ്റി വീഴുന്നുണ്ടായിരുന്നു. ആ വെള്ളം കുടിച്ചു നിൽക്കുമ്പോഴാണ് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ ആ ശബ്ദം കേട്ടത് സാറേ. അവൾ അർജുന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. അവളുടെ ആ നോട്ടത്തിൽ മരണത്തിന്റെ തണുപ്പും ആ ശവപ്പറമ്പിലെ നിശബ്ദതയും ഒളിഞ്ഞിരിക്കുന്നതായി അർജുന് തോന്നി. അവൾ തന്റെ സ്വരം താഴ്ത്തി വിറക്കുന്ന ശബ്ദത്തിൽ ഓരോ വാക്കും ഉരുവിട്ടു. സാറേ, അവർ ആരോടോ ഫോണിൽ പറയുകയായിരുന്നു സാറേ. ആ വാക്കുകൾ എനിക്കിപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. മാർക്കസ്, അവൻ ഇപ്പോൾ താഴേക്കിറങ്ങും. എല്ലാം തയ്യാറല്ലേ? ബോംബ് കാറിനടിയിൽ കൃത്യമായി വെച്ചിട്ടില്ലേ? അവൻ ആ കീ തിരിക്കുന്ന നിമിഷം ആ കാർ ഒരു അഗ്നിഗോളമാകും. ഇനി അർജുൻ എന്ന ആ വലിയ ശല്യം നമുക്ക് മുന്നിലുണ്ടാകില്ല എന്ന്. അത് പറയുമ്പോൾ അവർ ചിരിക്കുകയായിരുന്നു സാറേ. ആ ചിരി, അത് ചെകുത്താന്റെ ചിരിയായിരുന്നു. നിങ്ങളെ കൊല്ലാൻ അവർ കാത്തിരിക്കുകയാണ് സാറേ. ദയവായി പോകരുത്. ആ വാക്കുകൾ അർജുന്റെ കാതുകളിൽ 1000 ഇടിമിന്നലുകൾ ഒരേ സമയം പതിച്ചതുപോലെയായിരുന്നു. അയാളുടെ കാഴ്ച മങ്ങി. ലോകം കറങ്ങുന്നത് പോലെ തോന്നി. മാർക്കസ്, അതൊരു സാധാരണ പേരല്ലായിരുന്നു.
തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ എതിരാളിയും ഒരിക്കൽ എലീനയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നവനുമാണവൻ. താൻ സ്നേഹിച്ചവളും താൻ വിശ്വസിച്ചവനും ചേർന്ന് തനിക്ക് മരണം വിധിച്ചിരിക്കുന്നു. സാറേ, കഴിഞ്ഞ ആഴ്ച എനിക്ക് വിശന്ന് നിലവിളിച്ചപ്പോൾ നിങ്ങൾ കാർ നിർത്തി എനിക്ക് ആഹാരം വാങ്ങി തന്നത് ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ എനിക്ക് തന്നത് വെറും ഭക്ഷണമല്ല, ഒരു പുതിയ ജീവിതമായിരുന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് അർജുന്റെ കാൽക്കൽ വീണു. അവളുടെ കണ്ണുനീർ അയാളുടെ ചെരുപ്പുകളിൽ വീണുടഞ്ഞു. ആ കടം വീട്ടാനാണ് ഞാൻ വന്നത്. എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല, നിങ്ങൾ ആ കാറിൽ കയറരുത് സാറേ. ആ ചതിയമ്മയെ നിങ്ങൾ വിശ്വസിക്കരുത് സാറേ. തൂപ്പുകാരിയുടെ വാക്കുകൾ അർജുന്റെ സിരകളിൽ മരവിപ്പ് പടർത്തി. ഒരു നിമിഷം അയാൾ മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുന്ന എലീനയെ നോക്കി. അവളുടെ ആ നിൽപ്പ് ഒരു വേട്ടക്കാരൻ്റെതായിരുന്നു. അർജുൻ വിറക്കുന്ന കൈകളോടെ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. അയാളുടെ ശബ്ദമിടറുന്നുണ്ടായിരുന്നു, എങ്കിലും അതിലൊരു കടുത്ത തീരുമാനത്തിന്റെ കാഠിന്യമുണ്ടായിരുന്നു. സെക്യൂരിറ്റി, ഉടൻ ഗ്യാരേജിലെത്തുക, എമർജൻസി. നിമിഷങ്ങൾക്കുള്ളിൽ ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടിയെത്തി. അർജുൻ അവരെ തടഞ്ഞു നിർത്തി തൂപ്പുകാരിയെ ചൂണ്ടി പറഞ്ഞു, ഈ സ്ത്രീ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കൂ. ഈ കാറിൽ ഇതിലെന്തോ ഉണ്ടെന്ന് ഇവർ പറയുന്നു. സുരക്ഷാ തലവൻ ഉടൻ തന്നെ സ്ഫോടക വസ്തു വിദഗ്ധരെ വിളിച്ചു. ഗ്യാരേജിൽ ശ്വാസമടക്കിയ നിശബ്ദത പടർന്നു. അർജുൻ ദൂരെ മാറി നിന്ന് തന്റെ പ്രിയപ്പെട്ട കാറിനെ നോക്കി. താൻ എത്രയോ തവണ സന്തോഷത്തോടെ ഓടിച്ച ആ വാഹനം ഇപ്പോൾ ഒരു ശവപ്പെട്ടിയായി മാറിയിരിക്കുന്നു. വിദഗ്ധർ അത്യാധുനിക ഉപകരണങ്ങളുമായി കാറിനടിയിലേക്ക് ഇഴഞ്ഞു കയറി. മിനിറ്റുകൾ യുഗങ്ങൾ പോലെ കടന്നുപോയി. പെട്ടെന്ന് കാറിനടിയിൽ നിന്നും പരിശോധകന്റെ ശബ്ദമുയർന്നു. അത് ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, സാറേ, എല്ലാവരും പുറകോട്ട് മാറൂ, ആരും അനങ്ങരുത്. അയാൾ വിയർത്തൊലിച്ച മുഖത്തോടെ കാറിനടിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അയാളുടെ കൈകളിൽ ഒരു ചെറിയ കറുത്ത പെട്ടി ഉണ്ടായിരുന്നു. അതിലൊരു ചുവന്ന വെളിച്ചം മരണത്തിന്റെ താളം പോലെ മിന്നിമറിയുന്നു. സാർ, അയാൾ അർജുനെ നോക്കി. അയാളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. നിങ്ങൾ ആ കീ ഒന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ, വെറുമൊരു മില്ലിമീറ്റർ അത് തിരിഞ്ഞിരുന്നെങ്കിൽ, ഈ നിമിഷം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകില്ലായിരുന്നു. ഡ്രൈവർ സീറ്റിന് തൊട്ടു താഴെ ഇഗ്നിഷനുമായി ബന്ധിപ്പിച്ച ഒരു ഹൈ ഇന്റൻസിറ്റി റിമോട്ട് ബോംബാണിത്. ആ വാക്കുകൾ കേട്ടതും അർജുന്റെ കാലുകൾ തളർന്നു. അയാൾ കാറിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു, പക്ഷെ കൈകൾ വിറച്ചുപോയി. മരണം ഇത്രയും അടുത്ത് വന്ന് തന്നെ സ്പർശിക്കാതെ പോയത് അയാൾക്ക് വിശ്വസിക്കാനായില്ല. അയാൾ മെല്ലെ തല ഉയർത്തി ബാൽക്കണിയിലേക്ക് നോക്കി. അവിടെ എലീന തകർന്നു പോയിരുന്നു. ബോംബ് കണ്ടുപിടിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം അവളുടെ മുഖത്തെ ഒരു ശിലാരൂപം ഉടഞ്ഞു. അവൾ ഭയത്തോടെ പിന്നോട്ട് മാറി. അർജുൻ തന്റെ കയ്യിലിരുന്ന കാർ കീ താഴോട്ട് എറിഞ്ഞു. ലോഹത്തറയിൽ വീണ ആ കീയുടെ ശബ്ദം ഒരു അന്ത്യകൂദാശ പോലെ മുഴങ്ങി. 10 വർഷം ഞാൻ സ്നേഹിച്ചത് എന്റെ മരണത്തെയായിരുന്നു, അയാൾ ആത്മകഥമെന്നോണം പറഞ്ഞു. അർജുൻ വിറക്കുന്ന കാലുകളോടെ പതുക്കെ വീടിനുള്ളിലേക്ക് നടന്നു. ഓരോ ചുവടും ഓരോ യുഗം പോലെ ഭാരമേറിയതായിരുന്നു. ലിവിംഗ് റൂമിലെ വെണ്ണക്കൽ തറയിൽ എലീന തകർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ ആ പ്രഭാവലയം അപ്രത്യക്ഷമായിരുന്നു. പകരം ഭയവും കുറ്റബോധവും കലർന്ന ഒരു വിരൂപമായ ഭാവം അവിടെ നിഴലിച്ചു. അർജുൻ അവളുടെ മുന്നിൽ ചെന്ന് നിന്നു. അയാളുടെ കണ്ണുകളിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള ഒരു സങ്കടമായിരുന്നു. ഒരു വലിയ കടലിരമ്പുന്നത് പോലെ അയാളുടെ ഹൃദയം തുടിച്ചു. എലീന, അയാളുടെ ശബ്ദം താഴ്ന്നതായിരുന്നു, പക്ഷെ അതിലൊരു ഇടിമുഴക്കത്തിന്റെ ഗൗരവം ഉണ്ടായിരുന്നു. നീ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? 10 വർഷത്തെ നമ്മുടെ ജീവിതം നിനക്ക് വെറുമൊരു നാടകമായിരുന്നോ? എന്റെ ഓരോ ചുംബനത്തിലും സ്നേഹത്തിലും നീ മരണത്തിന്റെ രുചിയാണോ അനുഭവിച്ചത്? അവൾ തല താഴ്ത്തി നിന്നു. അവളുടെ വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. പറയൂ എലീന, നിനക്ക് ഞാൻ നൽകാത്ത എന്ത് സുഖമാണ്, എന്ത് ആഡംബരമാണ് ആ മാർക്കസ് വാഗ്ദാനം ചെയ്തത്? എന്റെ സ്നേഹത്തേക്കാൾ വലുതാണോ അവന്റെ ആ ചതിയുടെ ലോകം? അർജുൻ അവളുടെ തോളിൽ പിടിച്ചുലച്ചു. നീ കൊന്നത് എന്നെ മാത്രമല്ല എലീന, നീ വിശ്വസിച്ചിരുന്ന ഈ വീടിനെയാണ്, നമ്മുടെ പ്രണയത്തെയാണ്, എന്റെ ആത്മാവിനെയാണ്. അർജുൻ, എനിക്കറിയില്ലായിരുന്നു. അവൾ വാക്കുകൾക്കായി തപ്പി. അവളുടെ തൊണ്ട വറ്റി വരേണ്ടതുപോലെയായിരുന്നു. 10 വർഷം അവൾ കൊട്ടിയാടിയ ആ സുന്ദരമായ മുഖംമൂടി ഇപ്പോൾ തറയിൽ വീണുടഞ്ഞ കണ്ണാടിത്തുണ്ടുകൾ പോലെ അവളുടെ പാദങ്ങളിൽ ചിതറിക്കിടന്നു. എനിക്കറിയാം എലീന. അർജുൻ കൈകൾ പിൻവലിച്ചു. അയാളുടെ സ്വരത്തിൽ ഒരു തരം വെറുപ്പ് കലർന്നിരുന്നു. നിനക്കെന്റെ പണം വേണമായിരുന്നു, എന്റെ സാമ്രാജ്യം വേണമായിരുന്നു, പക്ഷെ എന്നെ വേണ്ടായിരുന്നു. നിന്റെ ആ കണ്ണുകളിലെ തിളക്കം സ്നേഹമായിരുന്നില്ല, മറിച്ച് എന്റെ ചിതാഭസ്മം കാണാനുള്ള ആവേശമായിരുന്നു. മാർക്കസ് നിനക്ക് നൽകിയത് പ്രണയമല്ല എലീന, എന്നെ ഇല്ലാതാക്കാനുള്ള ഒരു കരാറാണ്. എലീനയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. പക്ഷെ അത് പശ്ചാത്താപത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് പിടിക്കപ്പെട്ടവളുടെ ഭയത്തിൻ്റെതായിരുന്നു. അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. താൻ പടുത്തുയർത്തിയ ചതിയുടെ കൊട്ടാരം ഒരു നിമിഷം കൊണ്ട് ആ തൂപ്പുകാരുടെ സത്യത്തിന് മുന്നിൽ തകർന്നു വീണത് അവൾ അവിശ്വസനീയത്തോടെ നോക്കി നിന്നു. അർജുൻ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു.
10 വർഷത്തെ സ്നേഹം ഒരു നിമിഷം കൊണ്ട് മരവിച്ചു പോയ ആ അന്തരീക്ഷത്തിൽ ചതിയുടെ കൈപ്പേറിയ മണം മാത്രം ബാക്കിയായി. നിന്റെ അഭിനയം ഇനി മതിയാക്കാം മെലീന. അർജുന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ആ വലിയ ഹാളിനുള്ളിൽ പ്രതിധ്വനിച്ചു. അവളുടെ വിറക്കുന്ന കൈകളിൽ നിന്നും ആ ഐവറി നിറമുള്ള സ്മാർട്ട് ഫോൺ അയാൾ ബലമായി പിടിച്ചു വാങ്ങി. 10 വർഷമായി അയാൾ ചുംബിച്ച ആ കൈകൾ ഇപ്പോൾ രക്തമുറയുന്ന തണുപ്പിലായിരുന്നു. എലീന ഒരു ഭ്രാന്തിയെ പോലെ പിന്നോട്ട് മാറി. ലിവിംഗ് റൂമിലെ വെണ്ണക്കൽ തറയിൽ തകർന്നു വീണു. അർജുൻ ഒട്ടും വൈകിച്ചില്ല. അവളുടെ ഫോണിൽ അവസാനത്തെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് സ്പീക്കർ ഓണാക്കി. ആ വലിയ മുറിയിൽ മരണതുല്യമായി നിശബ്ദത പടർന്നു. രണ്ടാമത്തെ റിങ്ങിൽ തന്നെ മറുപുറത്ത് ഫോൺ എടുത്തു. എലീന, കഴിഞ്ഞോ? കാർ പൊട്ടിത്തെറിച്ചോ? മാർക്കസിന്റെ ശബ്ദമായിരുന്നു അത്. അതിൽ പ്രണയത്തിന്റെ ലേശമെങ്കിലും തരിമ്പുണ്ടായിരുന്നില്ല. പകരം ഒരു ക്രൂരമായ ആവേശവും അത്യാഗ്രഹവും മാത്രം. ഞാനിവിടെ ആ ശബ്ദം കേൾക്കാൻ കാതോർത്തു നിൽക്കുകയാണ്. അർജുൻ തീർന്നില്ലേ? അവൻ ചാരമായാൽ പിന്നെ ഈ സാമ്രാജ്യം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിലായിരിക്കും. നീ വേഗം പറയൂ എലീന, നമ്മൾ വിജയിച്ചോ? ആ വാക്കുകൾ അർജുന്റെ ഹൃദയത്തെ ലക്ഷ്യം വിട്ടുവന്ന വെടിയുണ്ടകളായിരുന്നു. എലീനയുടെ മുഖം ഒരു ശവത്തെ പോലെ വെളുത്തു. അവൾക്ക് ശ്വാസം കിട്ടാതെയായി. വിറക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ സ്വന്തം മുഖം മറിച്ചു. അർജുൻ ഒന്നും മിണ്ടിയില്ല. അയാളുടെ കവിളിലൂടെ ഒരു തുള്ളി കണ്ണുനീർ ഒലിച്ചിറങ്ങി തറയിൽ വീണുടഞ്ഞു. 10 വർഷത്തെ വിശ്വാസം, പ്രണയം, സ്വപ്നങ്ങൾ എല്ലാം ആ ഒരൊറ്റ ഫോൺ കോളിലൂടെ വെറും ചപ്പു ചവറുകളായി മാറി. അർജുൻ പതുക്കെ ഫോൺ കട്ട് ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ വീടിന് മുന്നിൽ പോലീസ് സൈറണുകൾ മുഴങ്ങി. സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയ വിവരമനുസരിച്ച് പോലീസ് നേരത്തെ തന്നെ മാർക്കസിനെ വളഞ്ഞിരുന്നു. യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ അകത്തേക്ക് വന്നപ്പോൾ എലീന അർജുന്റെ കാലുകൾ പിടിച്ച് നിലവിളിച്ചു. അർജുൻ, എന്നോട് ക്ഷമിക്കൂ. അവൻ എന്നെ ചതിച്ചതാണ്. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അർജുൻ അവളുടെ കൈകൾ പതുക്കെ തന്റെ കാലിൽ നിന്ന് മടർത്തി മാറ്റി. ആ സ്പർശനം ഇപ്പോൾ അയാൾക്ക് വെറുപ്പ് മറുപ്പ് മാത്രമാണ് നൽകിയത്. പോലീസ് അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ പ്രധാന കവാടത്തിനരികിൽ വെച്ച് അയാൾ അവളെ തടഞ്ഞു. അവന്റെ ശബ്ദം ഇപ്പോൾ അസാധാരണമാം വിധം ശാന്തമായിരുന്നു. പക്ഷെ ആ ശാന്തതയ്ക്കൊരു കൊടുങ്കാറ്റിന്റെ ശക്തിയുണ്ടായിരുന്നു. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവസാനമായി, എലീന, നീ എന്നെ കൊല്ലാൻ ആ കാറിൽ ഒരു ബോംബ് വെച്ചു. എന്റെ ശരീരത്തെ ചാരമാക്കാൻ നീ തിരഞ്ഞെടുത്തത് ഏറ്റവും ക്രൂരമായ വഴിയാണ്. പക്ഷെ നിനക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിന്നെ ഞാൻ സ്നേഹിച്ചത് എന്റെ ആത്മാവിനേക്കാൾ കൂടുതലായിരുന്നു. ആ സ്നേഹം ആ ബോംബിനേക്കാൾ വലിയൊരു സ്ഫോടനമായിരുന്നു എന്റെ ഉള്ളിൽ. നിന്റെ ചതി തിരിച്ചറിഞ്ഞ ഈ നിമിഷം മുതൽ എന്റെ ഹൃദയത്തിനുള്ളിൽ ആ സ്നേഹം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു. ആ കാറിലെ ബോംബ് എന്നെ കൊന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വേദന അറിയുമായിരുന്നില്ല. പക്ഷെ നിന്റെ ഈ ചതി എന്റെ ആത്മാവിനെ ജീവനോടെ ദഹിപ്പിച്ചു കളഞ്ഞു. നീ തോറ്റത് എന്നോടല്ല എലീന, നിന്നെ ജീവനായി കണ്ട എന്റെ പ്രണയത്തോടാണ്. അവൾ തല താഴ്ത്തി തേങ്ങിക്കൊണ്ട് പോലീസ് വാനിലേക്ക് കയറി. ആ വലിയ ബംഗ്ലാവിൽ അർജുൻ തനിച്ചായി. 10 വർഷത്തെ പ്രണയത്തിന്റെ അന്ത്യകൂദാശ കഴിഞ്ഞ ആ പുലരിയിൽ അയാൾ തകർന്നു വീണത് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായല്ല, മറിച്ച് പ്രണയത്തിൽ തോറ്റുപോയ ഒരു പച്ച മനുഷ്യനായാണ്. പക്ഷെ പുറത്ത് ആകാശത്ത് സൂര്യൻ ഉദിച്ചുയരുന്നുണ്ടായിരുന്നു. ആ തൂപ്പുകാരിയിലൂടെ അയാൾക്ക് ലഭിച്ച പുതിയൊരു ജീവിതത്തിന്റെ പ്രകാശവുമായി. പോലീസിന്റെ സൈറണുകൾ അകന്നുപോയി. 10 വർഷത്തെ തന്റെ പ്രണയവും ദാമ്പത്യവും ഒരു ലോഹവിലങ്ങിൽ ഒടുങ്ങിയത് അർജുൻ ശൂന്യതയോടെ നോക്കി നിന്നു. പെട്ടെന്നാണ് ആഡംബരത്തിന്റെ ആ വലിയ മതിലുകൾക്കിടയിൽ ഒരു മൂലയിൽ വിറച്ചു നിൽക്കുന്ന ആ സ്ത്രീരൂപം അർജുന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾക്കുള്ളിൽ ആ ശരീരം പേടിച്ചു കിടക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയായ അർജുൻ പതുക്കെ ആ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നു. മുറ്റത്തെ ആ കല്ലുകളിൽ അയാൾ തന്റെ വില കൂടിയ സ്യൂട്ടിനെ പോലും വകവെക്കാതെ മുട്ടുകുത്തിയിരുന്നു. അമ്മേ. അർജുന്റെ ശബ്ദം ആർദ്രമായിരുന്നു. പക്ഷേ അത് ദുഃഖം കൊണ്ട് വിറച്ചു. അയാൾ അവളുടെ മെലിഞ്ഞ കൈകൾ തന്റെ ഉള്ളം കൈയിൽ എടുത്തു. ആ കൈകൾ മഞ്ഞുപോലെ തണുത്തിരുന്നു. അമ്മേ, നിങ്ങൾ ഇന്ന് എന്റെ ജീവൻ മാത്രമല്ല രക്ഷിച്ചത്. 10 വർഷമായി ഞാൻ ജീവിച്ചിരുന്ന ആ വലിയ നുണയിൽ നിന്ന് നിങ്ങൾ എന്നെ എന്നേക്കുമായി മോചിപ്പിച്ചു. നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ സാഹസം? ഒരു പക്ഷെ ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ നിങ്ങളും ചാരമാകുമായിരുന്നില്ലേ? എന്തിനാണ് നിങ്ങളുടെ ജീവൻ എനിക്ക് വേണ്ടി പണയപ്പെടുത്തിയത്? ആ സ്ത്രീയുടെ കണ്ണുകളിൽ നിന്ന് അണപൊട്ടിയൊഴുകിയ കണ്ണുനീർ അവളുടെ കവിളിലെ കറുത്ത പാടുകളെ കഴുകി മാറ്റി. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല സാറേ. കഴിഞ്ഞ ആഴ്ച വെയിലത്ത് ഞാൻ തളർന്ന് റോഡരികിൽ കിടന്നപ്പോൾ എന്നെ ആരും നോക്കിയില്ല. എല്ലാവരും ഒരു ഭിക്ഷക്കാരി എന്ന് വിളിച്ച് ആട്ടിയോടിച്ചു. പക്ഷെ സാറ് മാത്രം കാറ് നിർത്തി ഇറങ്ങി വന്നു. സാർ അന്ന് എനിക്ക് തന്ന പൈസയും ഒരു കുപ്പി വെള്ളവും ഭക്ഷണവും അത് വെറും പണമായിരുന്നില്ല സാറേ. 3 ദിവസം ഞാൻ ആഹാരം കഴിച്ചത് ആ പണം കൊണ്ടാണ്. വിശപ്പടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് അത് ദൈവത്തിന്റെ കൈകളാണെന്നാണ്. എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് സാറിനെ പോലെയുള്ള നല്ല മനുഷ്യരുടെ തണൽ വേണം. സാറില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആരാണുള്ളത്? ആ വാക്കുകൾ അർജുന്റെ ഹൃദയത്തെ കീറി മുറിച്ചു.
കോടികൾ സമ്പാദിച്ചിട്ടും താൻ എത്രയോ ദരിദ്രനായിരുന്നുവെന്നും ഒന്നുമില്ലാത്ത ഈ തൂപ്പുകാരി എത്രയോ വലിയ സമ്പന്നയാണെന്നും അയാൾ തിരിച്ചറിഞ്ഞു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ ആ സ്ത്രീയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ ചങ്ങലക്കിട്ട സ്നേഹത്തേക്കാൾ എത്രയോ മനോഹരമാണ് ഈ നിഷ്കളങ്കമായ ആലിംഗനമെന്ന് അയാൾക്ക് തോന്നി. അമ്മേ, കേട്ടോളൂ. ഇന്നു മുതൽ നിങ്ങൾ ഈ തെരുവിലെ തൂപ്പുകാരിയല്ല, നിങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ അവകാശി കൂടിയാണ്. നിങ്ങൾ എൻ്റെ അമ്മയാണ്. എൻ്റെ രക്തത്തിലല്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ പിറന്നു കഴിഞ്ഞു. ഈ വലിയ വീട്ടിൽ ഒത്തിരി സ്നേഹം ബാക്കിയുണ്ട്. ഒരാൾ ചതിച്ചു തകർക്കാൻ നോക്കിയ അതേ സ്നേഹം, അത് മുഴുവൻ ഇനി നിങ്ങൾക്കുള്ളതാണ്. ആ നിമിഷം അർജുൻ ഒരു അമ്മയുടെ സ്നേഹം തിരിച്ചറിയുകയായിരുന്നു. പൈൻമരങ്ങൾക്കിടയിലൂടെ പ്രഭാത സൂര്യൻ ഉദിച്ചുയർന്നു. അർജുൻ ആ സ്ത്രീയുടെ കൈപിടിച്ച് തന്റെ വലിയ വീടിന്റെ പടികൾ കയറി. ഒരു സ്ത്രീ ഒരു പുരുഷനെ മരണത്തിലേക്ക് തള്ളിവിട്ട അതേ മണ്ണിൽ മറ്റൊരു സ്ത്രീ തന്റെ നന്ദി കൊണ്ട് അയാൾക്ക് പുനർജന്മം നൽകിയിരിക്കുന്നു. മരണം കാത്തിരുന്ന ആ മുറ്റത്ത് ഇപ്പോൾ സ്നേഹത്തിന്റെ പുതിയൊരു വസന്തം വിരിയുകയാണ്. കാലത്തിന്റെ ചക്രം നിശബ്ദമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അർജുന്റെ ജീവിതത്തിലെ ആ കറുത്ത പ്രഭാതം ഇപ്പോൾ ഒരു ദൂരെയുള്ള ഓർമ്മ മാത്രമാണ്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ വഞ്ചനയുടെ കറ പുരണ്ട എലീനയുമായുള്ള 10 വർഷത്തെ ബന്ധം അയാൾ എന്നേക്കുമായി വേർപെടുത്തി. അവൾ പണിത ചതിയുടെ കൊട്ടാരം തകർന്നു വീണപ്പോൾ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അർജുൻ കെട്ടിപ്പടുത്തത് അതിനേക്കാൾ മനോഹരമായ ഒരു സ്നേഹ സാമ്രാജ്യമായിരുന്നു. വർഷങ്ങൾക്കു ശേഷം ഒരു വസന്തകാല പ്രഭാതത്തിൽ അർജുൻ തന്റെ വീടിന്റെ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. പഴയതുപോലെ പൈൻമരങ്ങൾ കാറ്റിൽ ആടുന്നുണ്ട്. പക്ഷെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ മരണത്തിന്റെ ഗന്ധമില്ല, മറിച്ച് മുല്ലപ്പൂക്കളുടെ സുഗന്ധമാണ്. താഴെ മുറ്റത്ത് ചുവപ്പ് സാരിയെടുത്ത ആ സ്ത്രീ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നു. പണ്ട് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഭയത്തോടെ തന്റെ കാലിൽ പിടിച്ചു കരഞ്ഞ ആ തെരുവ് തൂപ്പുകാരിയല്ല ഇന്നവർ. അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ വിശപ്പിന്റെ കാഠിന്യമില്ല. അവിടെ ഒരു പുതിയ സന്തോഷ ജീവിത പുലരി ആരംഭിക്കുകയായിരുന്നു.